മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കൊട്ടിയൂര്, കണ്ണൂര് ഒരു പള്ളിയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് പത്രമാധ്യമങ്ങളിൽ നിരന്തരം വരാറുണ്ട്. ആ പള്ളിയിൽ അച്ഛനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പലരും മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. ശരിക്ക് പത്രമാധ്യമങ്ങൾ അവരുടെ ധർമ്മം നന്നായിട്ട് നിർവഹിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എല്ലാ തിന്മകൾക്കും എതിരെ പൊരുതുന്ന ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും സിപിഎമ്മും ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. അതുപോലെ ഡൽഹിയില് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് ചാർജ് എടുത്ത സമയത്ത് ഒരു പള്ളിക്ക് നേരെ കല്ലേറുണ്ടായി, ചില്ല് പൊട്ടിച്ചു. ഒരു വിഗ്രഹത്തിന് കേടുപാട് സംഭവിച്ചപ്പോൾ രാത്രിയിൽ അത് മുഴുവനും ശ്രീ നരേന്ദ്രമോദിയുടെ തലയിൽ കെട്ടിവെച്ച ബിഷപ്പുമാരിവിടെയുണ്ട്, പാർട്ടിക്കാരിവിടെയുണ്ട്. അതെല്ലാം ഒരു വശത്ത് നടക്കുന്നത് ഞാനിങ്ങനെ ചിന്തിച്ചു. ഇന്നലെ ടി വിയിൽ നിറഞ്ഞു നിന്ന വേറൊന്ന്, 5 യുവാക്കളെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചത്, അതിങ്ങനെ CCTVയിൽ കാണിച്ചതും ആ പെൺകുട്ടി 1ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തതും അത് അന്വേഷണത്തിന് വിധേയമാക്കുന്നത് ഞാൻ ചിന്തിച്ചു, വെറുതെ ഞാൻ ചിന്തിച്ചു. അതേപോലെ ഇങ്ങനെ ഇരുന്നപ്പോൾ രാത്രി ഉറക്കത്തിലും 5 പെൺമക്കളുള്ള ആ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം അതായിരുന്നു എൻ്റെ മനസ്സിൽ നിറഞ്ഞിരുന്നത്. എൻ്റെ മകൾക്കാണിത് സംഭവിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ഈ ബിഷപ്പിൻ്റെ മകൾക്കാണിത് സംഭവിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ബിഷപ്പിൻ്റെ ബന്ധുക്കളുടെ മക്കൾക്കാണ് സംഭവിച്ചതെങ്കിൽ, ഈ കന്യാസ്ത്രീകളുടെ ചേച്ചിയുടെയോ അനീതിയുടെയോ മകൾക്കാണ് സംഭവിച്ചിരുന്നെങ്കിൽ, ഈ ദിവ്യഗർഭം കൊടുത്ത പള്ളിയിലച്ഛൻ്റെ മകൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ മക്കൾക്കാണോ സംഭവിച്ചിരുന്നത് എങ്കിൽ എന്ന് ഞാൻ അറിയാതെ ആലോചിച്ചു പോയി. ഇങ്ങനെ ഇതുപോലെ പെട്ടെന്ന് മുമ്പിൽ വന്നത് ആലപ്പുഴയ്ക്കടുത്ത് ഒരു സ്കൂളിൽ, ചെറിയൊരു സ്കൂളിൽ, ഒരു ഷെഡിൽ പ്രവർത്തിക്കുന്ന ലോവർ പ്രൈമറി സ്കൂളിൽ ഒരു വലിയ പേപ്പറിൽ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. അതിലിപ്പുറത്തൊരു ചെന്നായ നിൽക്കുന്നു, ഇപ്പുറത്തെ കോഴിക്കുഞ്ഞുങ്ങളുടെ അടുത്ത് ആ കുഞ്ഞുങ്ങളുടെ അമ്മക്കോഴി നിൽക്കുന്നു. അമ്മക്കോഴി ഈ ചെന്നായയെ നോക്കി മക്കളോട് പറയുകയാണ്, സൂക്ഷിക്കണം മക്കളെ, ജീവിതത്തിൽ എന്നും പ്രശ്നമുള്ളതാണ്, അതിൽ നിന്ന് ചാടരുത്. ഈ ചെന്നായയെ നോക്കിക്കൊണ്ട് ഈ കോഴിക്കുഞ്ഞുങ്ങളോട് അമ്മ കോഴി പറയുന്ന ആ ചിത്രം എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയി. അത് മാത്രമല്ല, 2 ദിവസം മുമ്പ് ഒരു ക്രിസ്ത്യൻ സ്ത്രീ നല്ല ഇടയൻ എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു വ്യാഖ്യാനം കൊടുത്തിരുന്നു. അവരുടെ പേരുൾപ്പെടെ പറഞ്ഞിട്ടാണ് വ്യാഖ്യാനം കൊടുത്തത്. 100 ആടുകൾ ഒരു ആട്ടിൻ പറ്റത്തിലുള്ളെങ്കിൽ അതിൽ ഒരു ആട് നഷ്ടപ്പെട്ടാൽ ആ ആടിനെ തെരഞ്ഞു പിടിച്ച് ഈ കൂട്ടത്തിൻ്റെ ഒപ്പം കൊണ്ടുവരുന്നത് വരെ വിശ്രമിക്കാത്ത ഇടയനെയാണ് നല്ലിടയൻ എന്ന് പറയുന്നത്. അല്ലാതെ 100 എണ്ണത്തിൽ ഒരെണ്ണത്തിനെ തട്ടിമാറ്റി കടപ്പറയിലേക്ക് കൊണ്ടുപോകുന്ന വ്യക്തിയെ അല്ല എന്ന് ആ സ്ത്രീ പറഞ്ഞ വരി ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ ഓർത്തു. 10 ലക്ഷം രൂപ കൊടുത്ത് ആ അച്ഛനെയും അമ്മയെയും ഒതുക്കാൻ ശ്രമിച്ചതും 10 മാസം ഗർഭം വഹിച്ചുകൊണ്ട് നടന്ന ആ കുട്ടിയിൽ ഇത് സംഭവിക്കാൻ കാരണമെന്ന് അന്വേഷിക്കാത്ത ബിഷപ്പ്, ഇതിൽ മുകളിലുള്ളവർ. ഇനി ബിഷപ്പിന്റെ മകൾക്കാണിത് സംഭവിച്ചതെങ്കിൽ, വിവാഹം കഴിക്കാൻ അനുവാദമുള്ള ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ബിഷപ്പിന്റെ മകൾക്കാണ് സംഭവിച്ചതെങ്കിൽ, കർദിനാൾ ഒരു കത്ത് എഴുതിയിട്ട് അനുശോചനം അറിയിച്ചാൽ ബിഷപ്പ് സമാധാനിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. 25 ലക്ഷത്തോളം പേർക്ക് മരണവും മരണത്തിന് തുല്യമായ അവസ്ഥയുണ്ടായപ്പോൾ അവരുടെ ഇടയിൽ കൂടെ തെരേസ, മദർ തെരേസ എന്ന സ്ത്രീ നടന്ന ഫർഗീവ് ആൻഡ് ഫർഗെറ്റ് എന്ന് പറഞ്ഞ
അതേ മദർ തെരേസ അത് പറയാൻ കാരണം എന്താണെന്ന് ജനുവരി 11, 12 തീയതികളിൽ ജനം TV-യിൽ വന്നിരുന്നു. ആയുധ വ്യാപാരികളുടെ അടുത്തും കള്ളക്കടത്ത് ചെയ്യുന്നവരുടെ അടുത്തും അവരിൽ നിന്ന് പൈസ വാങ്ങിക്കുകയും പൈസ ആരിൽ നിന്നാണെങ്കിലും ഞാൻ സ്വീകരിക്കുമെന്ന് പറയും. അവരുടെ വിമാനത്തിൽ പോവുകയും ഒരു വലിയ ക്രിമിനൽ കുറ്റവാളിയെ ശിക്ഷിക്കരുതെന്ന് പറഞ്ഞ് ജഡ്ജിക്ക് കത്തെഴുതുകയും എല്ലാം ചെയ്ത മദർ തെരേസ ഫർഗീവ് ആൻഡ് ഫർഗെറ്റ് എന്ന് പറഞ്ഞതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണ് എന്നുള്ളതെല്ലാം പറയുകയും, അതേപോലെ കേരളത്തിലും ഭാരതത്തിലും എവിടെയാണെങ്കിലും ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ മുകളിലുള്ള അച്ഛന്മാരും ബിഷപ്പുമാരും കർദിനാൾമാരുമെല്ലാം പോപ്പിന്റെ പ്രതിനിധിയായിട്ട് ഭാരതത്തിലുള്ള കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ സോണിയാഗാന്ധി അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുകയും അവരുടെ മകന്റെയും അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ എല്ലാ പ്രശ്നങ്ങളും ഒതുക്കി കുഴിച്ചു മൂടുകയും എല്ലാം ചെയ്തിരുന്നതെല്ലാം ഞാനിങ്ങനെ ചിന്തിച്ചു. ഇത് ചിന്തിക്കാനുണ്ടായ കാരണം ഇന്നലത്തെ മാതൃഭൂമിയിൽ വന്ന ഈ വാർത്ത, ഇത് എവിടെയോ എൻ്റെ മനസ്സിലങ്ങ് ഇതുവരെയും ഒരു വാർത്തയോടോ ഒന്നിനോടും തോന്നാത്ത ഒരു വികാരമാണ് എന്നിൽ അത് ജനിപ്പിച്ചത്. അതിലെ വരിയൊന്ന് വായിക്കാം. ഇടവകയും സഭയും കടന്നത് പീഡാനുഭവത്തിന്റെ കുരിശുവഴി. ബിഷപ്പ് കൊട്ടിയൂര് നീണ്ടുനോക്കി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം സന്ദർശനം നടത്തി. കൊട്ടിയൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിൽ പ്രതിസ്ഥാനത്തുള്ളത് ഈ പള്ളിയിലെ വികാരിയായിരുന്നു. അപ്പൊ പ്രായപൂർത്തിയായില്ല എന്നൊരു കുറ്റം മാത്രമേ ഉള്ളൂ. പ്രായപൂർത്തിയായിരുന്നെങ്കിൽ ഈ വികാരിക്ക് കുഴപ്പമുണ്ടാകുമായിരുന്നില്ല എന്ന് തോന്നുന്നു ആ വരി വായിച്ചാൽ. അതിന്റെ പശ്ചാത്തലത്തിലാണ് ബിഷപ്പ് ഇടവകാംഗങ്ങളെ കേൾക്കാനും വിശുദ്ധ ബലി അർപ്പിക്കാനുമായി ഇവിടെ എത്തിയത്. അപ്പൊ ഇത്രയും കാലം നടന്നതിനെ കുറിച്ച് ഒന്നും ഈ ബിഷപ്പ് അറിഞ്ഞില്ലേ? ഇനി ഇവര് പറയുന്നത് കേൾക്കാൻ വേണ്ടി വരാൻ കാരണം എന്താ? പ്രശ്നങ്ങളുടെ സങ്കീർണത DYFIക്കാരും SFIക്കാരും CPMകാരും ഒന്നും മിണ്ടാതിരിക്കുകയാണെങ്കിലും പത്രമാധ്യമങ്ങൾ പച്ചയ്ക്ക് സത്യം വിളിച്ചു പറയുന്നത് വിനോ ജോർജിനെ പോലെ ചങ്കൂറ്റമുള്ള TV പ്രവർത്തകരിതെല്ലാം പച്ചയ്ക്ക് വിളിച്ചു പറയുന്നതൊക്കെ കൈവിട്ടു പോകുന്നു എന്ന് അറിഞ്ഞിട്ടാണോ ബിഷപ്പിന് ഇവിടേക്ക് വരണമെന്ന് ഇപ്പൊ തോന്നിയത്? ഏതായാലും ഇടവകയും സഭയും കടന്നുപോയത് പീഡാനുഭവത്തിന്റെ കുരിശുവഴിയിലൂടെ ആയിരുന്നു എന്ന് വചന സന്ദേശത്തിൽ ബിഷപ്പ് പറഞ്ഞു. അല്ല, ഈ 400 വർഷമായിട്ട് കേരളത്തില് ഭാരതത്തില് സഭ വളർന്നിട്ടുണ്ടെങ്കിൽ, സഭയിലെ അച്ഛന്മാരും ബിഷപ്പുമാരും വളർന്നിട്ടുണ്ടെങ്കിൽ, അത് ഇംഗ്ലീഷുകാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും കൊടുത്ത അവരുടെ വഴിയും അവരുടെ സൗകര്യങ്ങളും അവരുടെ പള്ളികളും അവരുടെ സമ്പത്തും അവര് പ്രലോഭനങ്ങളിലൂടെ കൺവെർട്ട് ചെയ്ത ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളായി മാറിക്കഴിഞ്ഞപ്പോൾ അവരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന സംഭാവനയും ചേർത്താണ് ഒരു പീഡാനുഭവവും ഇവിടുത്തെ പള്ളിക്കാർക്ക് ഉണ്ടായിട്ടില്ല. ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും എന്ന വാക്കുപയോഗിക്കുന്നു. സെയിന്റ് ഫ്രാൻസിസ് സേവിയർ ഉൾപ്പെടെയുള്ളവർ ചെയ്തത് സുഖമായിട്ട് അനുഭവിക്കലാണ് ഇവിടുത്തെ ക്രൈസ്തവ പുരോഹിതന്മാരും ബാക്കിയുള്ളവരെല്ലാം ചെയ്യുന്നത്. പീഡാനുഭവത്തിലൂടെയാണെന്നുള്ള പച്ച നുണ പറയല്ലേ ബിഷപ്പ് സാറേ. കുരിശുയാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. കുരിശുയാത്രയല്ല മുമ്പോട്ട് നീങ്ങുന്നത്, മതപരിവർത്തന യാത്രയാണ് മുമ്പോട്ട് നീങ്ങുന്നത്. ഈ പീഡാനുഭവങ്ങൾക്കപ്പുറം നമ്മളെ കാത്തിരിക്കുന്നത് ഉത്ഥാനമാണെന്ന പ്രത്യാശ വിശ്വാസികൾ കാത്തു സൂക്ഷിക്കണം. ഈ വിശ്വാസം മാത്രമാണ് ഈ പാവങ്ങളെ പറ്റിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നീ പാപിയാണ്, നിന്റെ പാപം യേശുക്രിസ്തു ഏറ്റെടുക്കും, ഇനി യേശുക്രിസ്തു തിരിച്ചു വരുമെന്ന് 2000 വർഷമായിട്ട് പറഞ്ഞു പറ്റിക്കാവുന്ന എല്ലാവരെയും പറ്റിച്ചില്ലേ ബിഷപ്പ്? ഇനിയും ഇത് തന്നെ പറഞ്ഞു പറ്റിക്കണോ? പീഡാനുഭവത്തിന് ശേഷം ഒരു ഉത്ഥാനം ഉണ്ടാവുമെന്ന് ഇങ്ങനെ വിശ്വസിക്കാം. ഇതിൽ ഏതെങ്കിലും ക്രിസ്ത്യാനി വിശ്വസിക്കുന്നോ നിങ്ങൾ പറയുന്നതില്? എന്നിട്ട് ഇടവകാംഗങ്ങൾ സമചിത്തതയോടെ നിലകൊണ്ടു. പ്രതിസന്ധികളിൽ ഇടവകാംഗങ്ങൾ സമചിത്തതയോടെ നിലകൊണ്ടു. അല്ല, ബിഷപ്പുമാരും അച്ഛന്മാരും ഇടവക അംഗങ്ങളെ സമചിത്തതയോടുകൂടി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചില്ല. അത് ആ പെൺകുട്ടി മിനിങ്ങാന്നത്തെ ഓഡിയോ സ്പീച്ചിൽ പറഞ്ഞ പോലെ
ഭീഷണിപ്പെടുത്തിയും ചെയ്യേണ്ടത് ചെയ്യിച്ചും പലരെയും മിണ്ടാതെയാക്കി. പള്ളിയിൽ വരുന്നവരുടെ എണ്ണത്തിൽ മാറ്റമുണ്ടായിട്ടില്ല. അതാണ് ബിഷപ്പിന്റെ ഏറ്റവും വലിയ ആശ്വാസം. ആ കുട്ടി അനുഭവിച്ച വേദനയോ, ആ കുട്ടിയുടെ അമ്മയ്ക്കും അച്ഛനും അനുഭവിക്കേണ്ടി വന്ന വേദനയോ, ആ വീട്ടിനുണ്ടായ ചീത്തപ്പേരോ, അതൊന്നുമല്ല ബിഷപ്പിന്റെ ലിസ്റ്റില്. പള്ളിയിൽ വരുന്നവരുടെ എണ്ണം കുറഞ്ഞോ, ഇത് മാത്രമാണ് ബിഷപ്പിന്റെ കണ്ണ്. ഒന്ന് നോക്കുക എങ്ങനെയുണ്ടെന്ന്. വിശ്വാസം ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, ബിഷപ്പും അച്ഛന്മാരും നമ്മുടെ വീട്ടിൽ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ മാമോദീസ മുക്കാൻ വരില്ല. മാത്രമല്ല, വിവാഹത്തിന് ഇവർ കർമ്മ ചെയ്യാനായിട്ട് വരില്ല. മരിച്ചാൽ തെമ്മാടിക്കുഴയിലോ റോട്ടിലോ കുഴിച്ചിടേണ്ടി വരുമെന്ന 3 ഭീഷണി കൊണ്ടാണ് ഇവരുമിണ്ടാതിരിക്കുന്നത്. അത് വിശ്വാസത്തിന്റെ പുറത്തല്ല അച്ചോ. നിങ്ങളെ വൈദികനെന്നും പുരോഹിതനെന്നും ഒക്കെ വിളിക്കുമ്പോൾ ഹിന്ദുക്കൾ ഉപയോഗിച്ചിരുന്ന ആ 2 വാക്കുകൾക്ക് കണ്ടമാനം അപച്യുതിയും അവഹേളനം സംഭവിക്കുന്നത് കൊണ്ടാണ് പുരോഹിതൻ എന്ന വാക്ക്, വൈദികൻ എന്ന വാക്ക് നിങ്ങൾക്ക് ചേർന്നതല്ല. നിങ്ങൾക്ക് ആർക്കും ചേർന്നതല്ല. നിങ്ങൾക്ക് ചേർന്നത് അച്ഛൻ എന്ന വാക്കാണ്. അത് മക്കളുടെ അച്ഛൻ എന്നുള്ള വാക്കോ, അല്ലെങ്കിൽ എവിടേക്കോ ജനിക്കുന്ന മക്കളുടെ അച്ഛൻ എന്ന വാക്കുകളോ എല്ലാം കൂടി ചേർത്തിട്ടായിരിക്കും. അല്ലെങ്കിൽ ഫാദർ എന്ന വാക്കിന് ഒരർത്ഥമേ ഉള്ളൂ. ആ 3 ചരട് നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടാണ് ഈ സഭ ഇങ്ങനെ പോകുന്നത്. വിശ്വാസത്തിന്റെ പുറത്തല്ല. വൈദികന്റെ പീഡനത്തിന്, വൈദികനല്ല, അച്ഛന്റെ പീഡനത്തിന് ഇരയായ പെൺകുട്ടിയോടും കുടുംബത്തോടുമുള്ള ദുഃഖം തന്റെ സന്ദേശത്തിൽ ബിഷപ്പ് വീണ്ടും പ്രകടിപ്പിച്ചു. അതോടുകൂടി ബിഷപ്പിന്റെ ദുഃഖം തീർന്നു. ബിഷപ്പ് ആ ദുഃഖം പ്രകടിപ്പിച്ചതോടുകൂടി കഴിഞ്ഞോ ബിഷപ്പെ? ഇത് നിങ്ങളുടെ മകൾക്കാണ് സംഭവിച്ചതെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ മക്കൾക്കാണ് സംഭവിച്ചതെങ്കിൽ ഇങ്ങനെ ദുഃഖം പ്രകടിപ്പിച്ചാൽ മതിയോ? അല്ലെങ്കിൽ കർദിനാൾ ഒരു കത്ത് എഴുതിയാൽ മതിയോ? ആ ദുഃഖം പ്രകടിപ്പിച്ചത് അറിയാതെ നടന്ന സംഭവമല്ല, അറിഞ്ഞ് ഒരു കുട്ടിയെ കിടപ്പറയിൽ കൊണ്ടുപോയിട്ട് തുണി ഉരിച്ച് ചെയ്ത പ്രവൃത്തിയാണ്. ഇത് ഒരു സെക്കൻഡ് കൊണ്ട് പറ്റിയ അബദ്ധമൊന്നുമല്ല. ദിവസങ്ങളോളം നടക്കുന്ന അല്ലെങ്കിൽ മണിക്കൂറുകളോളമുള്ള പ്രക്രിയയാണ്. വിവാഹം കഴിക്കാത്ത ബിഷപ്പാണെങ്കിലും ശരി ഇതൊക്കെ അറിയാൻ കഴിവുള്ളവനാണ്. അല്ലാതെ മാപ്പ് പറയുന്നത് അറിയാതെ പറ്റുന്ന തെറ്റിനാണ് മാപ്പ് പറയേണ്ടത്. ഇത് ശരിക്ക് ഇതൊന്നും ബിഷപ്പ് അറിഞ്ഞില്ല എന്ന് പറയുന്നതും തെറ്റാണ്. നേരത്തെ കത്തിലൂടെ ഈ കുടുംബത്തിനെ ഇക്കാര്യം അറിയിച്ചതാണ്. അപ്പൊ നേരത്തെ 5 രൂപയുടെ ഒരു കത്തയച്ചു കഴിഞ്ഞാൽ ബിഷപ്പ് എന്ന മഹാവൈദികന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് പറയാൻ അത് എഴുതിയത് വായിക്കുമ്പോൾ തന്നെ കോരി തരിക്കുന്നു. വേദന കൊണ്ട്, ദേഷ്യം കൊണ്ട്, ഏതൊക്കെയോ വികാരം കൊണ്ട്. തെളിവുകൾ എല്ലാം നശിപ്പിച്ചതിനാൽ കോടതി റോബിൻ വടക്കഞ്ചേരിയെ വെറുതെ വിട്ടാൽ വൈദിക പട്ടത്തിലേക്ക് തിരിച്ചെടുക്കുമോ എന്നായിരുന്നു ബിഷപ്പിനോട് ഇടവകക്കാരുടെ ചോദ്യം. എന്ത് ഗംഭീരമായിട്ടുള്ള ചോദ്യം നോക്കാം. ഇതിന്റെ അർത്ഥം തെളിവുകൾ നശിപ്പിക്കും. അല്ലെങ്കിൽ ആരാ തെളിവുകൾ നശിപ്പിക്കാനുള്ളത്? നശിപ്പിക്കും. കോടതി വെറുതെ വിടും. ഇതൊക്കെ വിശ്വാസികൾക്കറിയാം. അതെങ്കിലും അവർ ചോദിച്ചല്ലോ, ഭയപ്പെട്ടിട്ടാണെങ്കിലും. പിന്നെ ബിഷപ്പിനോട് ഇടവകക്കാരുടെ ചോദ്യം. നിരവധി പരാതികൾ കൊട്ടിയൂരിൽ നിന്ന് അയച്ചിട്ടും റോബിൻ വടക്കഞ്ചേരിക്കെതിരെ നടപടിയെടുക്കാതിരുന്നതിനെ കുറിച്ച് ഇടവകക്കാർ ചോദിച്ചു. ഇതിനേക്കാൾ വലിയ സത്യം എന്താ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചത്? എത്രയോ കത്തുകൾ അയച്ചു, അതിനൊന്നിനും എടുത്തില്ല നടപടി. ശരിക്ക് ഡൽഹിക്ക് വളരെ അകലെ ഒരു പള്ളിയുടെ ഒരു ചില്ല് തകർത്തതിന് ഉറങ്ങിക്കിടക്കുന്ന മോദിക്കെതിരെ ആക്രോശിച്ചവരാണ് ഇവിടെയുള്ള ബിഷപ്പുമാരും അച്ഛന്മാരും കർദിനാൾമാരും. പക്ഷെ ഇത്രയും കത്തയച്ചിട്ടും ഈ ബിഷപ്പ് ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ബിഷപ്പ് മറുപടി കൊടുത്തത് അതിനേക്കാൾ നന്നായിരുന്നു. എല്ലാ ചോദ്യങ്ങളും ക്ഷമയോടുകൂടി കേട്ട ബിഷപ്പ്. അതാണ് ബിഷപ്പിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. വേറെ ഒരു ക്വാളിറ്റിയും വേണ്ട. മൂക്കിന് താഴെ ക്രിമിനൽ കുറ്റം ചെയ്ത വ്യക്തിയെ സംരക്ഷിച്ച വ്യക്തിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി അവിടെ ഉള്ളവർ ചോദിച്ച ചോദ്യങ്ങൾ ക്ഷമയോടുകൂടി കേട്ടു. ഇനി അതിനൊരു PhD കൂടി ബിഷപ്പിന് കൊടുത്തിരുന്നെങ്കിൽ ഡോക്ടർ സോയാൻസോ എന്ന് പറയാമായിരുന്നു. ഊമക്കത്തുകളുടെ പേരിലല്ല ഒരു നടപടിയും എടുക്കേണ്ടത് എന്ന് പറഞ്ഞു. ഊമക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് അറിയിക്കാൻ ഈ മൊബൈൽ ഫോണും ലാൻഡ് ഫോണും ഉള്ള കാലത്ത് ഇത്ര ബുദ്ധിമുട്ടുണ്ടോ ബിഷപ്പെ? മാത്രമല്ല, ബിഷപ്പിന്റെ അടുത്തേക്ക് ഒരു കത്തയക്കുമ്പോഴത്തേക്ക് ഫുൾ അഡ്രസ്സും ഫോൺ നമ്പറും വെച്ചിട്ട് ആരെങ്കിലും ചെയ്യും എന്നിട്ട് ബിഷപ്പിന് തോന്നുന്നുണ്ടോ?
ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഏതെങ്കിലും ഇൻഫർമേഷൻ ഏതെങ്കിലും വഴിയിലൂടെ കിട്ടിയാൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് വർത്താണെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞ് അനവധി കത്തുകൾ അയച്ചിട്ടും ഒന്നും ചെയ്യാത്ത ബിഷപ്പ് ഒരുപക്ഷെ ഈ അച്ഛനേക്കാളും വലിയ ക്രിമിനൽ കുറ്റവാളിയല്ലേ? വെറുതെ ഇങ്ങനെ ചോദിച്ചു പോവാണ്. പള്ളിമേടകളിൽ CCTV സ്ഥാപിക്കുക, അതായത് പള്ളിക്കകത്ത് നടക്കുന്നത് എന്താണെന്ന് പോലും പുറത്തറിയാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ നടക്കുന്നു എന്ന് തിരിച്ചറിയണം സമൂഹം. CCTV സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തുറന്ന സ്ഥലത്ത് മാത്രം കൗൺസിലിങ്ങുകൾ നടത്തുക, തുറക്കാത്ത സ്ഥലത്ത് കൗൺസിലിംഗിൽ നടത്തിയാൽ സംഭവിക്കുന്നതാണ് ഇപ്പൊ സംഭവിച്ചത്. വ്യക്തികളെയും ഗ്രൂപ്പുകളെയും വിദേശയാത്രയ്ക്ക് കൊണ്ടുപോകുന്നത് നിയന്ത്രിക്കുക. അപ്പൊ വിദേശയാത്രയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ബിഷപ്പിനും കൂട്ടത്തിലുള്ളവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ അത് നിയന്ത്രിക്കേണ്ടി വന്നത്. പരാതികൾ പരിഹരിക്കാൻ ഇടവകയിൽ സമിതികൾ രൂപവൽക്കരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ യോഗത്തിൽ പ്രഖ്യാപിച്ചു. എന്ത് ഭംഗിയായിട്ടാണ് എല്ലാം സംഭവിച്ചതിന് ശേഷം ഒരു വലിയ അച്ചീവ്മെന്റ് ചെയ്തു. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ആ പെൺകുട്ടിയുടെ മുഖത്തെ ദുഃഖം. ആ മറ്റൊരു കുട്ടി അതിന് പറയുകയുണ്ടായി, സ്വന്തം ഗർഭത്തിൽ 10 മാസം ചുമന്ന് പ്രസവിച്ച കുട്ടിയെ മാറോട് ചേർത്ത് വെച്ച് മുലപ്പാൽ കൊടുക്കാൻ പോലും അനുവദിക്കാതെ കന്യാസ്ത്രീകൾ അതിനെ കൊണ്ടുപോയി വയനാട്ടിൽ എവിടെയോ കൊണ്ടുപോയിട്ട് അനാഥാലയത്തിൽ വളർത്തിയ ആ ക്രൂരത, അതിൻ്റെ പുറകിലുള്ളതെല്ലാം. ഏതായാലും ഇവിടെ അത് ചെയ്ത അച്ഛനേക്കാൾ ഈ വാർത്തകൾ വരുമ്പോൾ തോന്നുന്നത് ആ അച്ഛൻ്റെ മുകളിലുള്ള ഒരു അച്ഛനുണ്ട്. അദ്ദേഹത്തിനെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അയാൾക്കെന്ന് പറയലായിരിക്കും എളുപ്പം. അദ്ദേഹത്തിൻ്റെ ഈ വരികൾ കേൾക്കുമ്പോൾ സത്യത്തിൽ വേദന തോന്നുന്നു. ഇത് ക്രിസ്ത്യാനിക്ക് സംഭവിച്ചോ, മുസ്ലിമിന് സംഭവിച്ചോ, ഹിന്ദുവിന് സംഭവിച്ചോ എന്നുള്ളതല്ല. ഗോപാലകൃഷ്ണൻ ഒരു ഹിഡൻ അജണ്ടയും ഇല്ലാതെ പറയാണ്, ഈ വിഷയത്തിൽ ഈ ബിഷപ്പ് ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യതയുള്ളവനാണോ? കത്തിലൂടെ ദുഃഖമറിയിക്കുക, ഒരു മകളെ പിഴപ്പിച്ച് പെറിച്ചതിന് അത് മുഴുവൻ അറിഞ്ഞിട്ടും അതിന് കൂട്ടുനിന്ന പള്ളി സ്കൂള്, കൂട്ടുനിന്ന പള്ളിയിലെ ആശുപത്രികള്, കൂട്ടുനിന്ന കന്യാസ്ത്രീകള്, മറ്റച്ഛന്മാര്, അനാഥാലയത്തിലെ ആൾക്കാര് ഇതെല്ലാം വന്നിട്ടും ബിഷപ്പിന് പള്ളിയിൽ വന്നിട്ട് ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. അതിനേക്കാൾ വേദന തോന്നുന്നു വേണ്ടതിനും വേണ്ടാത്തതിനും പ്രതികരിക്കുന്ന DYFIക്കാർക്കും SFIക്കാരും അവരുടെ നേതാക്കന്മാരൊക്കെ ചത്തുപോയോ? ഈ ഒരു സംഭവത്തിന് അവർക്ക് ഒരു പ്രതിഷേധവും ഇല്ലല്ലോ. അമൃതാനന്ദമയിക്കെതിരെയും സായിബാബയ്ക്കെതിരെയും വന്നപ്പോൾ ഭാരതം മുഴുവൻ ആക്രോശിച്ച് നടന്നവർക്ക് ഇത്രയും പച്ചയ്ക്കുള്ള വസ്തുതകൾ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു വികാരവും ഇല്ലേ മക്കളെ? അല്ല, നിങ്ങളുടെ നേതാക്കന്മാർ മിണ്ടാതിരിക്കാൻ ഈ ലോ അക്കാഡമിയിലെ ലക്ഷ്മി നായരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറഞ്ഞ മാതിരി പറഞ്ഞിട്ടുണ്ടോ? ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിത്യാനന്ദൻ എന്നൊരു സ്വാമി ഉണ്ടായിരുന്നു ബാംഗ്ലൂര്. ആ സ്വാമിയുടെ മുറിയിലേക്ക് ഒരു സിനിമാ നടി കയറി ചെയ്യാനുള്ളതെല്ലാം ചെയ്യുന്നത് ഡിക്രൂസ് എന്ന് പറയുന്ന ആശ്രമത്തിലെ ഒരു ക്രിസ്ത്യൻ അന്തേവാസി ജനലിൽ കൂടെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അത് പ്രചരിപ്പിച്ചു. ആ നിത്യാനന്ദന് 10,000-കണക്കിന് ശിഷ്യന്മാരുണ്ടായിരുന്നു. ചെറിയ പയ്യനാണ്. പക്ഷെ ഈ വീഡിയോ പുറത്ത് TV-യിൽ വന്ന സെക്കൻഡില് ഒരൊറ്റ ഹിന്ദു പോലും അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, സകല സ്ഥലത്തു നിന്നും അതിശക്തമായ എതിർപ്പുണ്ടായി. ഈ നിത്യാനന്ദൻ എന്ന് പറയുന്ന സ്വാമിയുടെ ചിത്രം, ഫോട്ടോ സിറോക്സ് എടുത്ത് കേരളത്തിലും ഭാരതത്തിലും കർണാടകയിലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം അനുയായികൾ എന്ന് പറയുന്നവർ തന്നെ നടത്തി. ഓർമ്മിക്കുക, ശങ്കരാചാര്യ കൊലയാളിയല്ല, കൊലയ്ക്ക് കൂട്ടുനിന്നിട്ടില്ലെന്ന് കോടതി പ്രഖ്യാപിച്ചു. പക്ഷെ അത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പും പ്രഖ്യാപിച്ചതിന് ശേഷം ശങ്കരാചാര്യ അറസ്റ്റ് ചെയ്യുമ്പോഴും ഒരു ഹിന്ദു സംഘടന പോലും ശങ്കരാചാര്യെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് മുമ്പോട്ട് വന്നില്ല. ഈ അച്ഛനെ പ്രൊട്ടക്ട് ചെയ്യാൻ ക്രൈസ്തവ സഭ മുഴുവനും സൈലന്റായിട്ട്, മുകളിലുള്ള ബിഷപ്പും ബാക്കിയുള്ളവരൊക്കെ സൈലന്റായിട്ട്, പള്ളി ആശുപത്രിയിലുള്ള കന്യാസ്ത്രീകൾ സൈലന്റായിട്ട്, പള്ളി സ്കൂളിലുള്ള അധ്യാപകർ സൈലന്റായിട്ട്, ഇടവകയിലുള്ളവർ സൈലന്റായിട്ട് സപ്പോർട്ട് ചെയ്തത് കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്? കൊല ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് തീരുന്നതാണ്. പക്ഷേ ഗർഭം ഉണ്ടാക്കി കുട്ടിയെ വളർത്തി മറ്റൊരു സ്ഥലത്തേക്ക് കൊടുക്കുക 10-12 മാസത്തെ പ്രക്രിയയാണത്. 1 വർഷത്തെ പ്രക്രിയയാണ്. 1 വർഷവും മറ്റുള്ളവർ സംരക്ഷിച്ചത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് കൂടി ഓർമ്മിക്കാൻ
ഈ ഒരു മാതൃഭൂമിയിലെ വാർത്ത നിങ്ങൾക്ക് പ്രചോദനം തരട്ടെ. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കും ക്രിസ്തുമതമാണ് എല്ലാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്ന ഹിന്ദുക്കൾക്കും ഇതൊരു പാഠമാവട്ടെ. പ്രണാമം, നമസ്കാരം.